ഡി കൊള്ളാം, വളരെ നല്ലൊരു പടമാണ്. ഇത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഫാമിലിക്ക് ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് റിലീസിൽ ഫാമിലിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു പടമാണ്. എനിക്ക് പടം മൊത്തമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണ്, ലാഗില്ല. പിന്നെ എല്ലാവരുടെയും അല്ല, നല്ല പടം എന്ന് പറയാം. നല്ല പടം എന്നാണ്, ആവറേജ് എന്നല്ല, നല്ല പടമാണ്. സുരാജേട്ടൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എല്ലാവരുടെ ആക്ടിങ് അടിപൊളിയാണ്. അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആമീർ പള്ളിക്കലിൻ്റെ കിടിലൻ ഡയറക്ഷനുമുണ്ട്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക എല്ലാ ഫാമിലി പ്രേക്ഷകരും. പടം നല്ല ഫിലിമാണ്. സുരാജേട്ടൻ്റെ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ സുരാജേട്ടനിൽ മാത്രമല്ല, നമ്മുടെ സുധീർ സാറിൻ്റെയും വ്യത്യസ്തമായിട്ട് ഇതുവരെ കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാണാൻ കഴിയുന്നത്. ഒരു ഡാർക്ക് ഹ്യൂമർ ഫിലിമാണ്. നമ്മൾക്ക് ഇപ്പം മലയാളത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. പിന്നെ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹം കിട്ടിയാലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സുരാജേട്ടൻ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് എന്ന് പറയുന്നത് കോമഡി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോമഡിയും സീരിയസും ഒരു സൈക്കോ ആ ഒരു മോഡൽ എല്ലാ സാധനവും ചെയ്ത് ഫിലിമിൽ വരുന്നുണ്ട്. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമായ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു പടം ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടി കുറേ നല്ല മെച്ചമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പെസിഫിക് ജോണർ ഡാർക്ക് ഹ്യൂമർ, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, നമ്മളെ ഈ ഷമ്മി അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് വർക്കാവുന്ന ഒരു ക്യാരക്ടറാണ് ബിനു. മൊത്തത്തിൽ ഒരു എൻ്റർടൈനറാണ്. മോർ ദാൻ കോമഡി, ഫുള്ളി ഒരു എൻ്റർടൈനർ പടമാണ്. ഹ്യൂമർ സിനിമ കേട്ടോ. അത് നമ്മുടെ ഒരു മുകുന്ദനുണ്ണി അങ്ങനെ ഒരു ജോണറിൽ പോകുന്നവർക്ക് ഇഷ്ടപ്പെടും. ഒരു കോമഡി പടമായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു സിറ്റുവേഷൻ കോമഡിയാണ് മുഴുവനുള്ള. സുരാജ് ഇതുവരെ ചെയ്യാത്ത റോള് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കോ റോളിൽ പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സൈക്കോ മൂവി എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വെടിയും പുകയാണ്. അതുകൊണ്ട് ഫാമിലിക്ക് ഒരു പറ്റിയൊരു സിനിമ പ്രാവശ്യം ക്രിസ്മസ് തന്നെയായിരിക്കും. ഒരു വൺ ടൈം വാച്ച് അങ്ങനെ ഒരു പടം കേട്ടോ, കുഴപ്പമില്ല, നല്ലൊരു പടം. ഓക്കെ. ഡാർക്ക് ഹ്യൂമർ ആവുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ഹ്യൂമറാണ് പടം. ഡാർക്ക് ഹ്യൂമറാണ്, കോമഡിയല്ല, സിറ്റുവേഷൻ കോമഡിയേ ഉള്ളൂ. സിറ്റുവേഷൻ കോമഡി ആയിട്ടുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ പടം പോകുന്നത്. സുരാജിൻ്റെ നല്ല ബെസ്റ്റ് റോള്. സുരാജ് ചെയ്യാത്ത ഒരു വെറൈറ്റി റോള് സുരാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ല ഡി അടിപൊളിയാണ്. സുരാജേട്ടനും എല്ലാവരും അടിപൊളി പെർഫോമൻസ്, ശ്യാമും ഗ്രേസും എല്ലാം, പിന്നെ മാം എല്ലാവരും അടിപൊളിയാണ്. സുധീരൻ ഡാർക്ക് ഹ്യൂമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണോ? ഡാർക്ക് ഹ്യൂമറാണ്, പക്ഷേ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട അങ്ങനത്തെ ഒരു പടമല്ല, ചിരിച്ച് ഇരുന്ന് കാണാൻ പറ്റും. എനിക്ക് വർക്കായി ഭയങ്കരമായിട്ട്. ഫാമിലി എൻ്റർടൈനറാണ്. നന്നായിട്ടുണ്ട് മൂവി. പിന്നെ സുരാജിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും നല്ലത്, അമീറിൻ്റെ ഡയറക്ഷൻസ് ആണെങ്കിലും അൻകിത് മേനോൻ്റെ മ്യൂസിക്സ് ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലൊരു സീനുണ്ട്, അത് മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. സിറ്റുവേഷൻസ് കോമഡീസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല ചിരി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ടുണ്ട് മൂവി, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ഇടി എന്താ പറയുക, ഒരു ഔട്ട് ആൻഡ് ഔട്ട് സുരാജിൻ്റെ വൺ മാൻ ഷോ. എക്സ്ട്രാ ഡീസൻറ്റ് ഒരു, ഞാൻ ഫുൾ ഓൺ കോമഡി മൂവി പ്രതീക്ഷ വന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എനിക്കൊരു ത്രില്ലിംഗ് മൂഡാണ് വന്നത്. അത്യാവശ്യം ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട്, സിറ്റുവേഷണൽ കോമഡീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഫാമിലി ഡ്രാമയുണ്ട്. ക്രിസ്മസിന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയായിരിക്കും. എടുത്തു പറയേണ്ടത് നമ്മുടെ സുരാജിൻ്റെ പെർഫോമൻസാണ്. ഒരു രക്ഷയില്ല. സൈക്കോ ആയിട്ട്, കോമഡി ആയിട്ട്, ജെൻറ്റിൽമാനായിട്ട് രണ്ട് ഗെറ്റപ്പ് ഉണ്ട്, താടിയില്ലാത്തതും. പുള്ളിയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. പിന്നെ ഈ എക്സ്ട്രാ ഡീസൻറ്റിന് ക്ലൈമാക്സ് ആകുമ്പോൾ വേറൊരു ഫുൾ ഫോം കൂടിയുണ്ട്. അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എന്തായാലും നിരാശപ്പെടുത്തില്ല. ഡു വാച്ച് ഇടി. ഡാർക്ക് ഹ്യൂമറാണ്. അതായത് നമ്മൾ മുകുന്ദൻ അസോസിയേറ്റിൽ കണ്ട പോലത്തെ അങ്ങനത്തെ, അതായത് നമ്മൾ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഡാർക്ക് ഹ്യൂമേഴ്സാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് കാണാം. ഇപ്രാവശ്യം ക്രിസ്മസിന് 3 ചിത്രങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് 2 വയലൻസ് നിറഞ്ഞതാണ്. ഇ ഡി ഒരു പക്ക ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം. സുരാജേട്ടനെ കുറേ നാൾക്ക് ശേഷം നമുക്ക് കോമഡി രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. ഇത്രയും നാൾ കുറേ വ്യത്യസ്തമായ സീരിയസ് വേഷങ്ങളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സുരാജേട്ടൻ വീണ്ടും ഒരു കോമഡി റോളിലേക്ക് വരുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. വന്നാൽ തന്നെ പഴയ പോലെ നമുക്ക് സുരാജേട്ടൻ ആ കോമഡി കാണുമെന്നൊരു പ്രതീക്ഷ നമുക്കില്ല. പക്ഷേ ഇന്നത് സുരാജേട്ടൻ വീണ്ടും തെളിയിച്ചു. പഴയതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട് ആസ് എ എക്സ്ട്രാ ഡീസൻറ്റ്. ഡാർക്ക് ഹ്യൂമർ അങ്ങനെയൊന്നുമല്ല. ഫാമിലി ആയിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡി ഉണ്ട്, നമുക്ക് എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടു. ഇടി കുഴപ്പമില്ല. നമ്മുടെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ, ടൈറ്റിൽ പോലെ തന്നെ എക്സ്ട്രാ ഡീസൻറ്റ്, എക്സ്ട്രാ പെർഫോമൻസ് തന്നെയാണ് സുരാജേട്ടൻ്റേത്.
നന്നായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 10-20 വർഷമായിട്ട് സുരാജിനെ കാണുന്നതാണ്. അതെ, ഇതുവരെ കാണാത്തൊരു ജോണറാണ് സിനിമയിൽ എടുത്തിട്ട്